ഓക്കെ, നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ സിലബസാണ് പരിചയപ്പെട്ടത്. ഇന്ന് നമ്മൾ അതിലൊരു എസ്സേ സ്റ്റാർട്ട് ചെയ്യുക. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം 1775. American War of Independence broke out against British colonialism. Number of reasons. ഇത് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം എങ്ങനെയാണ് അമേരിക്ക ബ്രിട്ടന്റെ കോളനിയായി മാറിയത് എന്നൊക്കെ മനസ്സിലാക്കാറുണ്ട് ഒരുപാട്. കൊളോണിയലിസം ബ്രിട്ടന്റെ ഒരു പോളിസി തന്നെയായിരുന്നു. ഇന്ത്യ ബ്രിട്ടന്റെ കോളനി ആയിരുന്നത് പോലെ തന്നെ അമേരിക്കയും ബ്രിട്ടന്റെ കോളനി ആയിരുന്നു. അതുകൊണ്ടാണ് ബ്രിട്ടനെ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ ഉടമസ്ഥർ എന്ന് പറഞ്ഞത്. അമേരിക്കയിലെ അവരുടെ ആധിപത്യം ശരിക്കും ജിയോഗ്രാഫിക്കൽ ഡിസ്കവറീസുമായി ബന്ധപ്പെട്ടതാണ്. ജിയോഗ്രാഫിക്കൽ ഡിസ്കവറീസിന് കാരണം റെഫർമേഷന് കാരണം റിനൈസൻസ് കാസ്റ്റ് റെഫർമേഷൻ കാസ്റ്റ് ജിയോഗ്രാഫിക്കൽ ഡിസ്കവറീസ്. ആ ജിയോഗ്രാഫിക്കൽ ഡിസ്കവറീസ് ആണ് അമേരിക്കൻ കൊളോണിയലിസത്തിന് വഴിതെളിച്ചത്. അവസാനം യൂറോപ്യന്മാരെല്ലാവരും അമേരിക്കയിൽ എത്തിച്ചേർന്നു. എല്ലാവരെയും പരാജയപ്പെടുത്തി അമേരിക്ക പൂർണ്ണമായും ബ്രിട്ടന്റെ കയ്യിലായി. സപ്തവത്സര യുദ്ധങ്ങളിലൂടെ ഫ്രാൻസിനെയും പരാജയപ്പെടുത്തിയപ്പോൾ സെയിം ഹിസ്റ്ററി ഇന്ത്യയിലും അങ്ങനെയാണല്ലോ. 1498 arrival of Vasco da Gama from Europe, from Portugal, then Dutch power, then French and English. But the last stage we can see the English company suppressed the others. Portuguese downfall ആയി, Dutch downfall ആയി. അവസാനം തുല്യശക്തികളായിട്ട് നിന്നത് ബ്രിട്ടനും ഫ്രാൻസുമാണ്. ബട്ട് കർണാട്ടിക് വാർസ്, we can see 3 Carnatic wars for colonialism between England and France in the last stage. കർണാട്ടിക് വാർസിന്റെ വിജയം ബ്രിട്ടൻ അനുകൂലമായി. ഇന്ത്യയുടെ പരമാധികാരം ബ്രിട്ടന്റെ കയ്യിൽ. അതുപോലെ തന്നെയാണ് അമേരിക്കയിലും സംഭവിച്ചത്. അതിനുശേഷം പിന്നെ നടപ്പിലാക്കിയത് എന്തായിരുന്നു? ഇന്ത്യയിൽ നടപ്പിലാക്കിയ പോളിസി മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ പോളിസി, മെർക്കന്റലിസ്റ്റ് പോളിസി, ടോട്ടലി ഇക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ. അതിനുവേണ്ടി ക്രൂവൽ പോളിസീസ് പലതും അഡോപ്റ്റ് ചെയ്തപ്പോഴാണ് അവര് സമരം ചെയ്യാൻ തുടങ്ങിയത്. മനസ്സിലായില്ലേ? ധാരാളം സപ്രസ്ഡ് പോളിസീസ്, എക്സ്പ്ലോയിറ്റേഷൻ പോളിസീസ് കൊണ്ടുവന്നപ്പോൾ സഹിക്കാവുന്നതിന്റെ അപ്പുറം അവര് സഹിച്ചിട്ട് അവസാനം ആണ് അവര് വിപ്ലവം തുടങ്ങിയത്. പക്ഷെ നമ്മളെ വിപ്ലവമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അവർ സ്വാതന്ത്ര്യം നേടി എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണങ്ങളിലേക്ക് നമ്മൾ പോയാൽ number of reasons we can see the outbreak of War of Independence. The first important reason, അതിൽ നമ്മൾ വളരെ കുറച്ച് മാത്രമേ ഇവിടെ സംസാരിക്കുന്നുള്ളൂ. Navigation Act. Number of reasons, first important reason to the outbreak of American War of Independence against British authority. We can see the first important reason, the first point is
Navigation Acts. British authorities passed the 3 Navigation Acts against America. 3 നാവിഗേഷൻ നിയമങ്ങൾ, നാവിക നിയമങ്ങൾ കൊണ്ടുവന്നു. ഒന്നാമത്തെ നാവിക നിയമത്തിലൂടെ ബ്രിട്ടീഷുകാർ പറഞ്ഞത് എക്സ്പോർട്ടിംഗ് ആൻഡ് ഇമ്പോർട്ടിംഗ് നടത്താൻ ബ്രിട്ടന്റെ കപ്പൽ മാത്രമേ യൂസ് ചെയ്യാവൂ. സെക്കൻഡ് നാവിഗേഷൻ ആക്ടിലൂടെ ഏത് രാജ്യം ട്രേഡ് ആൻഡ് കോമേഴ്സ് നടത്തിയാലും അത് ഇംഗ്ലണ്ടിലൂടെ ആകണം. തേർഡ് നാവിഗേഷൻ ആക്ടിലൂടെ ഇനി ആരുമായി ട്രേഡ് ആൻഡ് കോമേഴ്സ് വേണ്ട, ബ്രിട്ടനുമായിട്ട് മാത്രം മതി എന്ന് പറയുകയുണ്ടായി. അങ്ങനെ 3 നാവിഗേഷൻ ആക്ട് പാസ്സാക്കും. അത് അവരുടെ വരുമാനത്തെ ഏറ്റവും കൂടുതൽ കൊള്ളയടിച്ചൊരു ഘടകമാണ്. വരുമാനം കുറയുന്നത് സാമ്പത്തിക പ്രതിസന്ധിക്കും, സാമ്പത്തിക പ്രതിസന്ധി പട്ടിണി വിപ്ലവത്തിലേക്കും നയിച്ചതാണ്. എക്സ്പോർട്ടിംഗ് ആൻഡ് ഇമ്പോർട്ടിങ്ങിലൂടെയുള്ള വരുമാനം പൂർണ്ണമായും തകർന്നു. എക്സ്പോർട്ടിംഗ് ആൻഡ് ഇമ്പോർട്ടിംഗ് ത്രൂ ബ്രിട്ടീഷ് ഓർ ത്രൂ ഇംഗ്ലണ്ട്, then only ഇംഗ്ലണ്ട്. അങ്ങനെയുള്ള 3 നാവിഗേഷൻ ആക്ട്സ് ആക്ച്വലി നമ്മൾ കാണാൻ സാധിക്കുന്നത് ഫൈനാൻസിന്റെ സ്റ്റേജ് അപകടകരമാക്കി തീർന്നു. 3 navigation acts. Then again we can see continuously Britain passed a number of acts against America. Our next important act is Sugar Act passed by British authority in America. Sugar Act. പഞ്ചസാര നികുതി ഏർപ്പെടുത്തി. അമേരിക്കയിൽ നിന്ന് കയറ്റുമതി ചെയ്താലും ഇറക്കുമതി ചെയ്താലും വരുന്ന ഷുഗറിന് മേൽ ഭീകരമായ നികുതി ചുമത്തി. പഞ്ചസാരയുടെ മേൽ നികുതി ചുമത്തിയപ്പോൾ അവരുടെ വ്യാപാരം തകർന്നു. പഞ്ചസാര വ്യാപാരം തകർന്നു. നികുതി ചുമത്തുമ്പോൾ വില കൂടുന്നു. ഷുഗർ ആക്ട് പാസ്സാക്കി. Then another act passed by British authorities, that is Stamp Act. ഷുഗർ ആക്ടിന് പുറമെ സ്റ്റാമ്പ് ആക്ട് പാസ്സാക്കി. അമേരിക്കയിലുള്ള എഴുതപ്പെടുന്ന ഏതൊരു രേഖയിലും ബ്രിട്ടന്റെ സ്റ്റാമ്പ് പതിപ്പിക്കണം. ഏറ്റവും വലിയ അടിച്ചമർത്തലല്ലേ? ഏറ്റവും വലിയ അടിച്ചമർത്തലിന് തുല്യമല്ലേ? അമേരിക്കയിലെ ഏതൊരു എഴുത്തുകുത്ത് നടന്നാലും അതിൽ ബ്രിട്ടന്റെ സ്റ്റാമ്പ് പതിപ്പിക്കണമെന്ന് പറയുന്നത് രാജ്യത്തിന് മേലുള്ള കടന്നാക്രമണമല്ലേ? ഇവിടെ ഇന്ത്യയിൽ നമ്മൾ കണ്ടതാണ് വേലുത്തമ്പിയുടെ, നമ്മുടെ നാട്ടിലെ തിരുവിതാംകൂറിൽ വേലുത്തമ്പിയെ ബ്രിട്ടീഷുകാർക്കെതിരെ ചൊടിപ്പിച്ചത് എന്താണ്? ഇന്റേണൽ ഇന്റർഫിയറൻസ് ഓഫ് കേണൽ മെക്കാളെ കാസ്റ്റ് വേലുത്തമ്പീസ് റിവോൾട്ട്. തിരുവിതാംകൂറിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ടതാണ്. അതുപോലെയാണ് അമേരിക്കയിൽ അവർ നടപ്പിലാക്കിയ സ്റ്റാമ്പ് ആക്ട്. അമേരിക്കയുടെ വരുമാനം കംപ്ലീറ്റ് ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുന്നു. ടോട്ടൽ ഇക്കണോമിക് exploitation policies adopted by British company, cruel policies, suppressed policies. അങ്ങനെ അമേരിക്കൻ ജനത ഓരോ ദിവസവും പട്ടിണിയിലേക്ക് മാറപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബ്രിട്ടീഷ് ഫൈനാൻസ് മിനിസ്റ്റർ സർ ചാൾസ് ടൗൺസെൻഡ് passed another act against Germany. That act is known as Townshend Act. അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ അറിയപ്പെട്ടു. അമേരിക്കയിൽ നിന്ന് കയറ്റുമതിയും ഇറക്കുമതിയും ചെയ്യുന്ന ചില ഉൽപ്പന്നങ്ങൾക്ക് എക്സ്ട്രാ ടാക്സ് ചുമത്തി. ടൗൺസെൻഡ് ആക്ട്. മനസ്സിലായില്ല? ഇങ്ങനെ അമേരിക്കയിൽ നിരന്തരം അമേരിക്കയുടെ സമ്പത്ത് കൊള്ളയടിക്കുന്നതിനായി ബ്രിട്ടീഷുകാർ വിവിധ തരത്തിലുള്ള ടാക്സുകൾ ചുമത്തിക്കൊണ്ടേയിരുന്നപ്പോ അമേരിക്കക്കാരുടെ വരുമാനം, അമേരിക്കക്കാരുടെ ജീവിതമാർഗം പൂർണ്ണമായും ഇരുളടഞ്ഞ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. നാവിഗേഷൻ ആക്ടിലൂടെയും സ്റ്റാമ്പ് ആക്ടിലൂടെയും
ഷുഗർ ആക്ടിലൂടെയും ടൗൺഷൻഡ് ആക്ടിലൂടെയും ബ്രിട്ടൻ ചുമത്തിയ നടപടികൾ, ബ്രിട്ടൻ നടപ്പിലാക്കിയ നടപടികൾ അമേരിക്കക്കാരെ സാരമായി ബുദ്ധിമുട്ടിലെത്തിച്ചു. അങ്ങനെ ഇരിക്കുന്നൊരു പ്രത്യേക സാഹചര്യത്തിലാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗോഡൌണിൽ കെട്ടിക്കിടക്കുന്ന കാലപ്പഴക്കം ചെന്ന തേയില അമേരിക്കയിൽ ടാക്സ് കൊടുക്കാതെ വിറ്റഴിക്കാൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനി, അമേരിക്കൻ കമ്പനി ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അനുവാദം കൊടുക്കുകയാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെയാണ് മനസ്സിലാക്കണം. ഇന്ത്യയുമായും കിഴക്കൻ രാജ്യങ്ങളുമായും വാണിജ്യ വ്യാപാര ബന്ധം നടത്താൻ ബ്രിട്ടീഷുകാർ സംഘടിപ്പിച്ച കമ്പനിയാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അമേരിക്കയിൽ വന്നപ്പോൾ അമേരിക്കൻ കമ്പനിയായി, ബ്രിട്ടീഷുകാരുടെ അമേരിക്കൻ കമ്പനി. ഇവിടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗോഡൌണിൽ കെട്ടിക്കിടന്ന് നശിച്ച തേയില അമേരിക്കയിൽ വിറ്റഴിക്കാൻ അവിടുത്തെ കമ്പനിക്കാർ അനുവാദം കൊടുത്തു. അങ്ങനെ തേയിലയുമായി ഷിപ്പ് അമേരിക്കയിലെത്തി. കേടായ തേയിലയുമായി ഷിപ്പ് അമേരിക്കയിലെത്തി, ബോസ്റ്റൺ തുറമുഖത്തെത്തി. ബോസ്റ്റൺ തുറമുഖത്തെത്തിയ ഷിപ്പ് അവിടെ തേയില ഇറക്കാൻ ശ്രമിച്ചപ്പോൾ സ്വാതന്ത്ര്യത്തിന്റെ മക്കൾ എന്നറിയപ്പെടുന്ന അമേരിക്കയിലെ സംഘടന, അമേരിക്കയിലുണ്ടായ ഒരു സംഘടന, അവരുടെ പേരാണ് സ്വാതന്ത്ര്യത്തിന്റെ മക്കൾ, അവരത് തടഞ്ഞു. അവരത് തടയുകയും കപ്പല് തുറമുഖത്ത് നങ്കൂരമിട്ട് കിടക്കുകയും ചെയ്തു. അവസാനം ഒരു രാത്രി ഈ സംഘടനയുടെ നേതാക്കൾ, ഈ സംഘടനയുടെ പ്രവർത്തകർ തുറമുഖത്ത് എത്തിച്ചേരുകയും കപ്പലിൽ ചാടിക്കയറുകയും തേയില കടലിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു. ഈ സംഭവത്തെ ബോസ്റ്റൺ ടീ പാർട്ടി എന്നാണ് പറയുന്നത്. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിന്റെ ഇമ്മീഡിയറ്റ് കോസ്. Actually, this is an immediate cause. പെട്ടെന്നുള്ള കാരണം ബോസ്റ്റൺ ടീ പാർട്ടി. കാരണം ബ്രിട്ടീഷുകാർ അതൊരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെ സംഭവിക്കും എന്ന്. ബ്രിട്ടീഷുകാർ ഈ സംഭവത്തിന് ശേഷം പൂർണ്ണമായ അടിച്ചമർത്തൽ തന്നെ അമേരിക്കയിൽ ഏർപ്പെടുത്തുന്നു. ടോട്ടൽ സപ്രസ്ഡ് പോളിസീസ് ആഫ്റ്റർ ബോസ്റ്റൺ ടീ പാർട്ടി. അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ സമയം the representatives of the 13 colonies, they met at Philadelphia in the year of 1774. This is known as First Continental Congress. That meeting is known as 1774 First Continental Congress. This meeting is known as First Continental Congress. After 1 year, again 1775, these representatives again met at Philadelphia, same place il veendum pitte varshamattu koodi. Idine Second Continental Congress ennu paranju. This Second Continental Congress, they unanimously elected George Washington as their commander-in-chief. വിപ്ലവം തുടങ്ങാനുള്ള തീരുമാനമെടുത്തു. വിപ്ലവം ആരംഭിക്കുന്നതിനുള്ള തീരുമാനം തന്നെ കൈക്കൊണ്ടു. അങ്ങനെ അവരുടെ റവല്യൂഷണറി ഫോഴ്സിന്റെ കമാൻഡർ-ഇൻ-ചീഫായി ജോർജ് വാഷിംഗ്ടനെ തെരഞ്ഞെടുക്കുന്നു. 75 തന്നെ വിപ്ലവം പൊട്ടിപ്പുറപ്പെടുന്നു. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് പൊട്ടിപ്പുറപ്പെട്ടു.
വിപ്ലവം അതിവേഗം പടർന്നു പിടിച്ചു. എല്ലാ കോളനികളിലും വിപ്ലവം ശക്തമായി എത്തിച്ചേർന്നു, ശക്തമായി പോരാടി. So in the last stage, 1775, American War of Independence broke out. 1782 അവര് പരാജയം സമ്മതിക്കേണ്ടി വന്നു. 1783 പൂർണ്ണമായും 1783 American colonies achieved independence from British control, or American force surrendered in front of British force surrendered in front of Americans. American colonies achieved independence 1783. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വർഷങ്ങൾ സമരം ചെയ്യേണ്ടി വന്നു. കാരണം നമ്മുടെ ഐക്യമില്ലായ്മ തന്നെയാണ്. നമ്മുടെ പല നാട്ടുരാജാക്കന്മാരും ബ്രിട്ടീഷുകാർക്ക് സപ്പോർട്ട് ചെയ്തതും നമ്മളുടെ ഐക്യമില്ലായ്മയും സംഘടനാശേഷി ഇല്ലായ്മയും നേതൃത്വ ശേഷി ഇല്ലായ്മയും ഒക്കെയാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരം വർഷങ്ങളോളം നീണ്ടുപോകാൻ കാരണം. അമേരിക്കയിൽ അവരെ ഒത്തൊരുമിപ്പിച്ച് നിർത്താൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്നുള്ള സംഘടന വന്നതും ജോർജ് വാഷിംഗ്ടൺ എന്നറിയപ്പെടുന്ന ശക്തമായ നേതാവ് വന്നതും ഒക്കെ അവർക്ക് പോസിറ്റീവായി മാറി. മാത്രവുമല്ല, ഒരേ സമയം തന്നെ എല്ലാ കോളനികളിലും വിപ്ലവം തുടങ്ങിയതും അമേരിക്കക്കാർക്ക് അനുകൂലമായി. അങ്ങനെ 83 സ്വാതന്ത്ര്യം നേടിയെങ്കിലും താൽക്കാലികമായി കോണ്ടിനെന്റൽ കോൺഗ്രസ് തന്നെയാണ് ഭരണം നടത്തിയത്. അവസാനം അമേരിക്കൻ ഭരണഘടന എഴുതി തയ്യാറാക്കുന്നു. 89 അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കുന്നു, നിലവിൽ വരുന്നു. മറ്റുള്ള രാജ്യങ്ങളെ പോലുള്ള ഒരു ഭരണഘടന ആയിരുന്നില്ല അമേരിക്കൻ ഭരണഘടന എന്ന് മനസ്സിലാക്കണം. പരിപൂർണമായും അമേരിക്കൻ പ്രസിഡന്റിന് അധികാരം കൊടുക്കുന്ന ഭരണഘടനയാണ്. അടുത്ത മാസം അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അമേരിക്കൻ പ്രസിഡന്റിന് ഫുൾ പവർ കൊടുക്കുന്ന ഒരു ഭരണഘടനയാണ് അവർ എഴുതിയുണ്ടാക്കിയത്. അങ്ങനെ സ്വാതന്ത്ര്യ സമരത്തിന്റെ കമാൻഡർ ഇൻ ചീഫ് ആയിരുന്ന ജോർജ് വാഷിംഗ്ടൺ അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിട്ട് രംഗത്ത് വരികയും ചെയ്തു. യുനാനിമസ്ലി elected as the first president of America. ജോൺ ആഡംസിനെ ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് ആയിട്ടും തെരഞ്ഞെടുത്തു. അമേരിക്കൻ പ്രസിഡന്റായിട്ട് ജോർജ് വാഷിംഗ്ടണും വൈസ് പ്രസിഡന്റായിട്ട് ജോൺ ആഡംസും വരികയാണ്. അപ്പോൾ അമേരിക്കയുടെ ഫസ്റ്റ് പ്രസിഡന്റായിട്ട് ജോർജ് വാഷിംഗ്ടൺ എത്തുന്നു. പിന്നെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം 2 പാർട്ടി സിസ്റ്റമുള്ള രാഷ്ട്രമായി മാറുന്നു. 2 പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളാണ് അമേരിക്കയിൽ. ഒന്ന് റിപ്പബ്ലിക്കൻ പാർട്ടിയും ഒന്ന് ഡെമോക്രാറ്റിക് പാർട്ടിയും മാറി മാറി വരുന്നു. ഇപ്പോ ഭരണത്തിലിരിക്കുന്നത് ട്രംപ് റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവാണ്. ഇപ്പോൾ രണ്ടാമത്തെ ടേമിലേക്ക് അമേരിക്കൻ പ്രസിഡന്റിന്റെ കാലാവധി 4 വർഷമാണ്. 2 ടേം ഇരിക്കാം ഇലക്ട് ചെയ്താൽ. അങ്ങനെ 2ാമത്തെ പ്രാവശ്യമാണ് അദ്ദേഹം ഇപ്പൊ മത്സരിക്കുന്നത്. ജോൺ ബൈഡൻ എന്ന് പറയുന്ന ഡെമോക്രാറ്റിക് പാർട്ടി ലീഡറും ഉണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ പത്രങ്ങളിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയും വരും ദിവസങ്ങളിൽ മനസ്സിലാക്കാം. ഇത്രയും പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ അത് കൂടുതൽ ശ്രദ്ധിക്കുക. അമേരിക്കൻ റവല്യൂഷൻ കൂടുതൽ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഏറ്റവും പ്രധാനപ്പെട്ട എസ്സയാണ്. കാരണങ്ങൾ മനസ്സിലാവുമല്ലോ. ബ്രിട്ടന്റെ കൊളോണിയലിസം, 3 നാവിഗേഷൻ ആക്ട്, സ്റ്റാമ്പ് ആക്ട്, ഷുഗർ ആക്ട്, ദെൻ ടൗൺഷെൻഡ് ആക്ട്, ബോസ്റ്റൺ ടീ പാർട്ടി,
1774 First Continental Congress, 1775 Second Continental Congress. Once more I told you, American War of Independence, that is very important essay in First D's Emergence of Modern World paper. Then reason എന്തൊക്കെയാണെന്ന് വെച്ചാൽ 3 Navigation Act. British government passed the 3 Navigation Act according to the terms. The first Navigation Act എന്താ പറയുന്നത്? The exporting and importing are only British. Then through a second Navigation Act that exporting and importing through England, and third is only England. 3 Navigation Act. Then Stamp Act, എന്താണ് fixing revenue stamp, Britain's revenue stamp fixed ചെയ്തിരിക്കണം. Then Sugar Act, sugarന് മേൽ ചുമത്തിയ tax. Then Townshend Act, British finance minister പാസ്സാക്കിയ exploitation policy. Then എന്താ പറയുന്നത്, Boston Tea Party. 1774 First Continental Congress, 1775 Second Continental Congress, unanimously elected George Washington, and then സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെടുന്നു, വാർ ഓഫ് ഇൻഡിപെൻഡൻസ് പൊട്ടിപ്പുറപ്പെടുന്നു. 1782 പരാജയം സമ്മതിച്ചു, ബ്രിട്ടൻ പരാജയം സമ്മതിച്ചു. 83 അവര് അമേരിക്ക സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഓർ അതർവൈസ് നോൺ ആസ് അമേരിക്കൻ റവല്യൂഷൻ ഇവിടെ അവസാനിക്കും. That's all. Tell me pretty lies, look me in the face, tell me that you love me, even if it's fake.